യുദ്ധത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് അവർ ജീവിതത്തിൻ്റെ പ്രതീക്ഷയുടെ തിളക്കത്തോടെ ആഘോഷം നടത്തി. അതെ, ഗാസയിലെ 54 ജോഡികൾ പുതുതായി വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്നു. 2 വർഷത്തെ യുദ്ധത്തിൽ ഗാസയിൽ എല്ലാം തകർന്നടിഞ്ഞിരുന്നു. ഇസ്രായേലിൻ്റെ ക്രൂരതയിൽ തരിപ്പണമായ കെട്ടിടാവശിഷ്ടങ്ങളുടെ പശ്ചാത്തലത്തിൽ വേദിയൊരുക്കിയാണ് അവർ മിന്നുചാർത്തിയത്. വേദിയുടെ പശ്ചാത്തലം അപ്പോഴും രക്തം ഘനീഭവിക്കുന്ന കഥ പറയുന്നുണ്ടായിരുന്നു. അവശിഷ്ടങ്ങൾ നിറഞ്ഞ പ്രദേശത്ത് വിരിച്ച ചുവന്ന പരവതാനിലൂടെ 54 ദമ്പതികൾ കൈകോർത്ത് ഡ്രമ്മുകളുടെ താളത്തിൽ പരേഡ് ചെയ്ത് താൽക്കാലിക വേദിയിലേക്ക് കയറി. വർണ്ണാഭമായ ഫലസ്തീൻ നാടോടി ഡിസൈനുകൾ കൊണ്ട് എംബ്രോയ്ഡറി ചെയ്ത വെളുത്ത വസ്ത്രങ്ങൾ ധരിച്ച് അണിഞ്ഞൊരുങ്ങിയ വധുക്കൾ ചുവപ്പ്, വെള്ള, പച്ച നിറങ്ങളിലുള്ള ഫലസ്തീൻ പതാകയുടെ നിറങ്ങളടങ്ങിയ പൂച്ചെണ്ടുകൾ കയ്യിലേന്തി. വരന്മാർ കറുത്ത സ്യൂട്ടുകളും ടൈകളും ധരിച്ച് അവരുടെ കൈ പിടിച്ച് ചെറിയ പതാകകൾ വീശി നടന്നു. പരമ്പരാഗത സംഗീതത്തിൻ്റെയും നൃത്തങ്ങളുടെയും അകമ്പടിയോടെ നടന്ന ചടങ്ങ് നൂറുകണക്കിന് കാണികളെ നഗര ചത്വരത്തിലേക്ക് ആകർഷിച്ചു. തകർന്ന കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട നഗരത്തിൻ്റെ മധ്യത്തിലാണ് ദമ്പതികൾ കയറിയ വേദി നിർമ്മിച്ചത്. നൂറുകണക്കിന് ആഹ്ലാദഭരിതരായ ഗാസ നിവാസികൾ വധൂവരന്മാർക്ക് മുന്നിലിരുന്നു. ജനക്കൂട്ടത്തിനിടയിൽ മുഴങ്ങിയ ഫലസ്തീൻ നാടോടി ഗാനങ്ങൾക്കൊപ്പം അവർ കൈകൊട്ടി. തകർന്നടിഞ്ഞ ചുറ്റുമുള്ള പ്രദേശങ്ങളിലൂടെ അത് പ്രതിധ്വനിച്ചു. യുവാക്കളും കുട്ടികളും അവശിഷ്ടങ്ങളിൽ കയറി നിന്നു. പലരും ഫലസ്തീൻ പതാകകൾ വീശി. കുറഞ്ഞത് 70,117 പേരുടെ ജീവൻ അപഹരിക്കപ്പെടുകയും ഏകദേശം 1,71,000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത യുദ്ധത്തിൽ നിന്ന് അതിജീവിച്ച ദമ്പതികൾക്കൊപ്പം ആഘോഷങ്ങളിൽ പങ്കെടുത്തവരുടെ മുഖങ്ങളിൽ സന്തോഷം പ്രകടമായിരുന്നു. വെടിനിർത്തൽ ഗാസ നിവാസികളെ പതുക്കെയാണെങ്കിലും അവരുടെ ജീവിതം പുനർനിർമ്മിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇത് വർണ്ണിക്കാൻ കഴിയാത്തൊരു വികാരമാണ്. യുദ്ധത്തിനും ഞങ്ങൾ അനുഭവിച്ച നാശത്തിനും ശേഷം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാനും ആഘോഷിക്കാനും പുതിയ ജീവിതം കെട്ടിപ്പടുക്കാനും ഞങ്ങൾ ശ്രമിക്കുകയാണ്, വരൻ ഹിക്മത്ത് ഉസാമ പറഞ്ഞു. ദി ഡ്രസ് ഓഫ് ജോയ് എന്ന പേരിട്ട സമൂഹ വിവാഹം ഗാസ മുനമ്പിന് സഹായം നൽകിയ UAE അൽഫാരിസ് അൽ ഷഹാം ഫൗണ്ടേഷനാണ് സംഘടിപ്പിച്ചത്. ഗാസ മുനമ്പിലെ ജനങ്ങൾ അവശിഷ്ടങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമെന്ന സന്ദേശം വ്യക്തമാക്കാനാണ് സമൂഹ വിവാഹത്തിന് അവശിഷ്ടങ്ങൾക്കിടയിലെ സ്ഥലം തിരഞ്ഞെടുത്തതെന്ന് ഫൗണ്ടേഷൻ മീഡിയ ഓഫീസർ ഷെരീഫ് അൽ റൈനാബ് പറഞ്ഞു. ഗാസയിലെ ജനങ്ങൾ ഒരിക്കൽ കൂടി അവശിഷ്ടങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. അങ്ങനെ ഗാസ സന്തോഷിക്കും. ദൈവം അനുവദിച്ചാൽ ഞങ്ങൾ അതിൻ്റെ ഭാവി പുനഃസ്ഥാപിക്കുകയും പുനർനിർമ്മിക്കുകയും ചെയ്യും, ഷെരീഫ് അൽ റൈനാബ് കൂട്ടിച്ചേർത്തു.